प्यारे बच्चों, नमस्कार। आप लोग कैसे हैं? खुश है ना? मैं भी खुश हूँ। आज की कक्षा की ओर सबका स्वागत. നമ്മൾ ബീർബഹുട്ടി എന്ന് പറയുന്ന കഥയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഭാഗം പഠിച്ചു? 2 ഭാഗം പഠിച്ചു കഴിഞ്ഞു. ഇനി 3ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ നീങ്ങാണ്. ബേല और സാഹിൽ किस प्रकार के दोस्त हैं? അവരുടെ സൗഹൃദം എത്രമാത്രം ആഴത്തിലുള്ളതാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ തന്ന വർക്ക് എന്തായിരുന്നു? ഡയറി. ബേലാക്കി ഡയറി. അപ്പോൾ ഇത് പലരും ചെയ്തു, എല്ലാവരും ചെയ്തോന്ന് എനിക്ക് അത്ര അറിയില്ല. പക്ഷേ ഒരുപാട് കുട്ടികൾ ചെയ്ത് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. കറക്ഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, आज इस कक्षा में जाने से पहले जो नए नए आने वाले हैं वे जरूर पहला भाग और दूसरा भाग देखिए, उसके बाद ही तीसरे की ओर आ जाइए. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफेद पट्टी बंधी थी. कोई उसे होय हे होय सफेद पट्टी कर रहा था, तो कोई सुल्ताना ठाकुर, तो कोई कुछ और कर चिढ़ा रहा था. दीपावली के बाद जब स्कूल खुला तो बेला के सिर पर एक सफेद पट्टी बंधी थी. सफेद पट्टी माने क्या है? वाइट बैंडेज. തലയ്ക്ക് എന്തോ പരിക്ക് പറ്റിച്ചു അല്ലേ. അപ്പോൾ തലയിൽ ഒരു ബാൻഡേജ് ഒക്കെ കെട്ടിയിട്ടാണ് സ്കൂളിൽ വന്നത്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ എന്ത് ചെയ്തു? എല്ലാവരും ചിടാരാഹായി. ചിടാന എന്ന് പറഞ്ഞാൽ എന്താ? പരിഹസിക്കുക, കളിയാക്കുക, ടീസിങ് എന്ന് പറയില്ലേ. അപ്പം എല്ലാവരും കുട്ടികൾ എങ്ങനെ കളിയാക്കുന്ന നോക്കിയേ. कोई उसे होय हे होय सफेद पट्टी हे सफेद पट्टी सफेद पट्टी ऐसे कर रहे थे. പല കുട്ടികളുണ്ട്, പലരും പലതും പറഞ്ഞാണ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചില കുട്ടികൾ എന്താ പറഞ്ഞത്? സുൽത്താന ടാക്കു. സുൽത്താന ടാക്കു എന്ന് പറയുന്നത് ഒരു വലിയ ബഹാദൂർ ഠാക്കു ആണ്. ആ ഠാക്കു എങ്ങനെയാണ്? അയാള് നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക, പക്ഷെ എങ്ങനെയാണ് കൊള്ളാം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ബേസ് ചെയ്തുകൊണ്ട് ഹിന്ദിയിലൊരു ഫിലിം ഉണ്ട്, സുൽത്താന ഠാക്കു. അപ്പോൾ ആ ഫിലിമില് ധാരാ സിംഗ് ആണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ 1972 ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ അവിടെ കായംകുളം കൊച്ചിനിയൊക്കെ ഇല്ലേ, അപ്പൊ അതേപോലുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഠാക്കു. അപ്പോൾ അദ്ദേഹത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിനിമയാണ് സുൽത്താന ഠാക്കു. അപ്പൊ ഈ പേര് പറഞ്ഞുകൊണ്ടാണ് കളിയാക്കുന്നത്. കാരണം എന്താണ്? ആ ധാരാ സിംഗിന്റെ ആ റോളിൽ അഭിനയിച്ച അയാളുടെ തലയിൽ എപ്പോഴും എന്തുണ്ടായിരുന്നു? ഒരു വൈറ്റ് പട്ടി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെള്ള ബാൻഡേജ് കൊണ്ട് കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു വെള്ള കെട്ട് അയാളുടെ തലയിൽ കെട്ടിയതുകൊണ്ട് ആ റീസെന്റ് ഇറങ്ങിയ ഒരു സിനിമ ആയതുകൊണ്ടാണ് കുട്ടികൾ എന്ത് കളിയാക്കുന്നത്? ഇവിടെ സുൽത്താന ഠാക്കു എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നത്. അപ്പൊ വേറെ കുട്ടികൾ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലെ. സുൽത്താന ഠാക്കു പറയുന്നുണ്ട് കൊയ് കുച്ച് ഓർ കേക്ക് ചിടാര. ഇവർക്ക് എന്തൊക്കെയാണോ വായിൽ വരുന്നത് അതൊക്കെ വെച്ചിട്ട് വിളിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ആര് വരുന്നത്? ഏ ക്യാ ഹോ ഗയാ ബേല? ആരാ വരുന്നത്? സാഹിൽ. എന്താ ചോദിക്കുന്നത്? എന്ത് പറ്റി എന്നാ ചോദിക്കുന്നത്. സാഹിലിനെ പരേശാൻ ഹോത്തി ഹുയി പൂച്ച. വളരെ വിഷമത്തോടെയാണ് ചോദിക്കുന്നത്. കേസി പൂച്ച പരേശാൻ. പരേശാൻ മാനെ ക്യാ ഹെ? വിഷമം, സങ്കടം, വറി. വളരെ വിഷമിച്ചുകൊണ്ട് ചോദിച്ചു, ക്യാ ഹോ ഗയാ ബേല തുമ്ഹാരെ സർ പർ? ആൻസർ പറയുന്നത് എന്താ? ചെറിയ പുള്ളിയൊന്നും അല്ല. എവിടുന്നാ വീണത്? തട്ടം പുറത്തുനിന്ന് ആഴോട്ട് വീണതാണ്. ബേലാനെ ഹസ്തി ഹുയി കഹ. പിന്നെ എന്താ പറയുന്നത്? और कहा बहुत दिन हो गए. ഇത് കുറെ ദിവസം മുന്നേ പറ്റിയതാണ് അല്ലെ. ദീപാവലി നമ്മളവിടെയൊക്കെ നമുക്ക് ഒരു ദിവസത്തെ ആഘോഷമുള്ളൂ. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഒരു 10, നമ്മുടെ ഇവിടെ ഓണത്തിന് സ്കൂൾ കൂട്ടുന്ന പോലെയാണ് അവർക്ക് ദീപാവലിക്ക് സ്കൂൾ കൂട്ടുന്നത്. 10 ദിവസം ഉണ്ട്. അപ്പൊ ഈ 10 ദിവസം കഴിഞ്ഞ് ഇത് കുറെ ദിവസം മുന്നേ പറ്റിയതാണ്. ഇപ്പം ഐ എം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് എന്താ അവളുടെ ഡിമാൻഡ് എന്താണ്? ആജ് ഖേൽ ഖണ്ഡി മേ ഗാന്ധി ചൗക്ക് മേ ലക്കടി ടാങ് ഖേലേംഗേ. ഇന്ന് നമ്മുടെ പീരീഡില്, ഇന്റർവെൽ പീരീഡില് നമുക്ക് എന്ത് ചെയ്യണം എന്നാ പറയണത്? ഗാന്ധി ചൗക്ക്. ഗാന്ധി ചൗക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്കൂളുകളിലൊക്കെ എന്തോരോ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഒരു പ്രതിമയും അതിനെ ചുറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമും അവിടെ ഇങ്ങനെ കുറെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഒരു ഇടമൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് ചുറ്റും ആണ് ഈ ഒരു സാധാരണ ഗ്രൗണ്ടിലുള്ള ഒരു പ്രതിമയാണ്. അതിന് ചുറ്റും ചെറിയ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിന്നിട്ടാണ് കുട്ടികൾ സാധാരണ ഈ വേലയും
സാഹിലും അവരുടെ കൂട്ടുകാരൊക്കെ കൂടെ കളിക്കുന്നത്. അപ്പൊ ഇന്ന് കുറേ ദിവസത്തിന് ശേഷം കുറേ ദിവസം വീട്ടിലിരുന്ന് പിന്നെ തിരിച്ച് സ്കൂളിലേക്ക് വരികയാണ്. അപ്പൊ എന്താണ്, കളിക്കാനുള്ള ആവേശം കുട്ടികൾക്ക് അല്ലെ, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും. അപ്പൊ എന്താ പറയുന്നത്, ആജ് ഹം ലങ്കടി ടാങ് ഖേലേംഗെ, ഇന്ന് നമുക്ക് എന്തായാലും ലങ്കടി ടാങ് ഖേലേംഗെ. ലങ്കടി ടാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, നമ്മൾ പറയുന്ന കൊക്കം തുള്ളി കളിക്കാന്നൊക്കെ പറയുക, ആ ഒരു കളിയാണ്. ഇങ്ങനെ കേസരിക്കല്ലെങ്കിൽ അത് നമ്മുടെ ഒരു കാല് മടക്കി വെച്ചിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി വന്ന് 2 ടീം ഉണ്ടാവും. ലങ്കടി ടാങ്കിൽ 2 ടീമായിരിക്കും. അതിൽ ഒരു ടീമിലുള്ള ഒരാള് മറ്റേ ടീമിലുള്ള ഒരാളെ പോയിട്ട് പിടിക്കും. ഇതിനാണ് എന്ത് പറയുന്നത്, ലങ്കടി ടാങ്. അപ്പൊ ഇങ്ങനെ പിടിക്കാൻ വരുന്ന സമയത്ത് അവരൊരു ഒരു ബോർഡർ ഇട്ടിട്ടുണ്ടാവും. ആ ബോർഡറിന്റെ തൊട്ടിട്ട് ബോർഡറിന്റെ പുറത്തേക്ക് വരണം. ലങ്കടി ടാങ്. അപ്പൊ ഈ ലങ്കടി ടാങ് നമുക്ക് ഇത് കളിക്കാം. എവിടെ പോയിട്ട് കളിക്കാന്ന് പറയുന്നത്, നമ്മുടെ ഗ്രൗണ്ടിലുള്ള ഗാന്ധി ചൗക്ക് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് കളിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇല്ല, നമ്മളിന്ന് കളിക്കാനൊന്നും പോകുന്നില്ല, നിന്റെ തലയ്ക്ക് ഇനിയും പരിക്ക് പറ്റിയാലോ അല്ലെ. നമുക്കൊരു വീണിട്ടൊരു പരിക്ക് പറ്റി അതിന് മേലെ പിന്നെ ഒരിക്കലും കൂടെ വീണ് കഴിഞ്ഞാല് അത് പിന്നെ ഉണങ്ങാൻ വളരെ സമയമെടുക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വളരെ ശ്രദ്ധിച്ച് കുറച്ചു കാലം കളിക്കാനൊന്നും പോവാതെയൊക്കെയാണ് ഇരിക്കുക അല്ലെ. മുതിർന്ന ആൾക്കാരൊക്കെയാണ് അതിനൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ആരാണ് മുതിർന്ന ആളെ പോലെ പെരുമാറുന്നത്, സാഹിലാണ്. സാഹിൽ എന്താ പറയുന്നത്, ഏയ് ആജ് ഹം നഹീ ഖേലേംഗെ, ഫിർ സെ ചോട്ട് ലഗി തോ ക്യാ ഹോ ജായേഗാ, ഐസേ നഹീ ഖേലേംഗെ. അപ്പൊ അവളെന്താ പറയുന്നത്, നഹീ ലഗേഗി ബേലാനെ ജിത് കി. അവള് പറഞ്ഞു, ഇല്ല എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല, ഞാൻ വളരെ ശ്രദ്ധിച്ച് കളിക്കാം, ഇന്ന് നമുക്കൊന്നും പറ്റില്ല, തീർച്ചയായിട്ടും ആജ് ഹം ലങ്കടി ടാങ് ഖേലേംഗെ. और मैं हमेशा की तरह सारे बच्चों के साथ गांधी चौक के बालू में पूरी खेल घंटी लंगड़ी टांग खेले. അവര് ഒറ്റയ്ക്ക് കളിക്കുന്ന കളിയല്ലല്ലോ, ഇത് ഗ്രൂപ്പായിട്ട് കുറെ കുട്ടികൾ നല്ല രസകരമായിട്ട് അവര് 2 ടീമായിട്ട് ലങ്കടി ടാങ് ഖേലാം. എപ്പോഴാണ്, എത്ര സമയം, പൂരി ഖേൽ ഘണ്ട. പൂരി ഖേൽ ഘണ്ടി പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ, അവര് ഫുൾ ഇന്റർവെൽ ടൈം മുഴുവൻ അവര് ഗാന്ധി ചൗക്കില് എന്ത് കളിച്ചുകൊണ്ടാണ് അവർ സ്പെൻഡ് ചെയ്തത്, लंगड़ी टांग खेलकर. इन बच्चों को अपने चारों ओर घेरते देखकर गांधी जी की मूर्ति ऐसे दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. वो कथाकारन പറയുകയാണ്, इन बच्चों को अपने चारों ओर घेरते देखकर, ഈ കുട്ടികൾ, ഈ 5ാം ക്ലാസ് പഠിക്കുന്ന ഈ കുട്ടികൾ എല്ലാവരും കൂടെ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് ചുറ്റുമാണ് അവരുടെ സർക്കിൾ ഉള്ളത്. അതിന് ചുറ്റും ഓടിയിട്ടാണ് ഇവര് ഈ കളി കളിക്കുന്നത്. അപ്പൊ ഇവര് ഇങ്ങനെ മൊത്തം ഗാന്ധിജി പ്രതിമയുടെ ചുറ്റും നിന്ന് കളിക്കുമ്പോൾ കഥാകാരൻ പറയാണ്, സാധാരണ ഗാന്ധിജി നമ്മൾ ചിരിച്ചുകൊണ്ടല്ലേ കണ്ടിട്ടുള്ളൂ അല്ലെ. കുട്ടികളെ വലിയ ഇഷ്ടമാണ് ഗാന്ധിജിക്ക്. അതുപോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രതിമയാണ്. ആ പ്രതിമ സാധാരണ ഉള്ളതിനേക്കാളും ഒന്നുകൂടി കുറച്ചുകൂടി നന്നായിട്ട് ചിരിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. ആരാ പറയുന്നത്, ലേഖകൻ പറയാണ്, കഥാകാരൻ പറയാണ്. അത് അദ്ദേഹത്തിന് തോന്നാണ്. കാരണം കുട്ടികളുടെ കളികളും അല്ലെ, നിങ്ങളില്ലാതെ സ്കൂളിൽ, നമ്മൾ പലപ്പോഴും സ്കൂളിൽ പോകുന്നുണ്ട്, പല ആവശ്യങ്ങൾക്കും സ്കൂളിൽ പോകുന്നുണ്ട്. പക്ഷെ വളരെ സങ്കടമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, നിങ്ങളൊന്നും ഇല്ലാത്ത സ്കൂള് വളരെ ശൂന്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ പല ആവശ്യങ്ങൾക്കും പോകുമ്പോഴാണ് അതിന്റെ ഒരു പ്രയാസം മനസ്സിലാവുന്നത്. വലിയൊരു ക്യാമ്പസ്, ആരുമില്ലാതെ ഇരിക്കുന്ന ഒരു ക്യാമ്പസ്, വളരെ വിഷമം തോന്നുന്നതാണ്. നമ്മുടെ ഈ അവസ്ഥയൊക്കെ പെട്ടെന്ന് മാറി നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേരാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചോദ്യം കാണാം. बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसे दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है? എന്താ പറഞ്ഞത്, ഇൻ ബച്ചോ കോ അപ്നെ ചാരോ ഓർ ഖേൽത്തെ ദേഖർ. ഈ കുട്ടികള് എവിടെ നിന്നാണ് കുട്ടികൾ കളിക്കുന്നത്, ഗാന്ധി ചൗക്കിന് ചുറ്റും കളിക്കുന്ന കുട്ടികള്. അവരെ കണ്ടിട്ട് ഗാന്ധിജിയുടെ മൂർത്തി പറഞ്ഞാല് പ്രതിമ, ഗാന്ധിജിയുടെ ആ പ്രതിമ
പൊതുവെ സ്വതവേ ഗാന്ധിജിയുടെ പ്രതിമ ചിരിച്ചുകൊണ്ടാണ്. അപ്പോ ഈ പ്രതിമ ഈ കുട്ടികളുടെ കളി കണ്ടിട്ട് ആദ്യം ചിരിച്ചതിനേക്കാൾ കുറച്ചുകൂടി അധികം ചിരിക്കുന്നതായിട്ട് തോന്നുന്നു എന്നാണ് കഥാകാരൻ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? പൊതുവെ എന്താണ്, കുട്ടികളുടെ കളികൾ എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികൾ കളിക്കുന്നത് കാണാൻ, കുട്ടികളുടെ ചിരിയും കളിയും അവരുടെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ ഗാന്ധിജിയും അത് എൻജോയ് ചെയ്യുന്നത് കൊണ്ടാണ് ഒന്നുകൂടെ കൂടുതൽ ചിരിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ പ്രഭാത്ജി പറയുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, आगे देखिए। रविवार का दिन था। साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. അതൊക്കെ കഴിഞ്ഞ് പിന്നെ സൺഡേ വന്നു. ആ സൺഡേ വന്നപ്പോഴും ഇവർക്ക് വികൃതി ലേശം കൂടുതലാണ് അല്ലേ? തട്ടും പുറത്ത് താഴോട്ട് വീഴുക, മരത്തിന്റെ മുകളിൽ താഴോട്ട് വീഴുക, അങ്ങനത്തെ ചില്ലറക്കാരൊന്നും അല്ല. അപ്പോ രവിവാർ കാ ദിൻ ഥാ, സൺഡേ ആയിരുന്നു. സാഹിൽ അപ്നെ ഘർ മേ നീം കെ പേട് കി ഡാലി പകഡ്കർ ഝൂം രഹാ ഥാ. സാഹിൽ തന്റെ വീട്ടിലുള്ള ആര്യവേപ്പിന്റെ ഒരു ശാഖ, ഒരു കമ്പ് പിടിച്ച് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഏക്ക് സ്റ്റൂൾ പർ ചढ़कर झूल रहा था. കൊച്ചു കുട്ടിയാണ്, 5ാം ക്ലാസ്സിലാണ്. ഈ മരത്തിന്റെ കൊമ്പ് പിടിക്കാൻ എത്തുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ഒരു സ്റ്റൂൾ എടുത്ത് വെച്ച് ആ സ്റ്റൂളിൽ കയറി നിന്നിട്ടാണ് കൊമ്പ് പിടിക്കുന്നത്. എന്നിട്ട് അതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഊഞ്ഞാലാടുകയാണ്. ഓക്കെ, പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലാടുകയാണ്. वो एक स्टूल पर चढ़कर झूलता था. चढ़कर കയറിയിട്ട്, എവിടെ കയറിയിട്ടാണ്? സ്റ്റൂൾ पर चढ़कर झूलता था. झूलना आड़. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. वह झूल रहा था. कहाँ झूल रहा था? नीम के पेड़ के ढाली पर झूल रहा था. അങ്ങോട്ട് കയറാൻ കഴിയാത്തോണ്ട് എന്ത് ചെയ്തു? ഒരു സ്റ്റൂള് വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് എന്ത് ചെയ്തത്? ഈ നീമിന്റെ ശാഖ പിടിച്ചു വലിക്കുന്നത്. എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ സ്റ്റൂളിൽ ഒരു ആണി പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. സ്റ്റൂള് പൊട്ടിയിട്ട് ഒരു ആണി ഇങ്ങനെ പുറത്തിരിക്കുന്നുണ്ട്. അത് ഈ ആട്ടത്തിൽ എന്ത് പറ്റി? അവന്റെ കാലിന്റെ പിണ്ടലി പറഞ്ഞാല് ഇവിടെ പരിശിഷ്ടത്തില് നോക്കൂ നിങ്ങൾ, അവിടെ കൊടുത്തിട്ടുണ്ട് മീനിങ്. घुटने के पीछे का निचला मांसल भाग. घुटने എന്ന് പറഞ്ഞാല് നമ്മുടെ കാൽമുട്ടിന്റെ പിറകിലായിട്ട്, കാൽമുട്ടിന്റെ താഴോട്ടുള്ള ഭാഗമാണ്, പക്ഷെ മുൻവശമല്ല, പിറകുവശം, മാംസളമായിട്ടുള്ള ആ ഭാഗം, അവിടെയാണ് എന്ത് പറ്റിയത്? ആണി കയറിപ്പോയത്. നോക്കിക്കേ, 1 ഇഞ്ച് ഗഹരാ ഗഡ്ഢാ ഹോ ഗയാ. 1 ഇഞ്ച് ആഴത്തിലാണ് ആണി തറച്ചു കയറിയത്. 1 ഇഞ്ച് ആഴത്തിലുള്ള മുറിവാണ് ഉണ്ടായത്. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. അവന് നേരെ കൊണ്ടുപോയത് എവിടേക്കാണ്? ഹോസ്പിറ്റലിലേക്കാണ്. ഏത് ഹോസ്പിറ്റലാണ്? സർക്കാർ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അപ്പൊ എന്താ? उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. അപ്പൊ രവിവാറാണ്, സ്കൂളില്ലാത്ത ദിവസമാണ് അല്ലേ? അപ്പൊ ഈ പരിക്ക് പറ്റി കഴിഞ്ഞപ്പോഴും അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴും അവനിങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. സർക്കാർ ഹോസ്പിറ്റൽ അങ്ങനെയാണല്ലോ, ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ് കുട്ടി. ആ സമയത്ത് അവന്റെ മുന്നിൽ രണ്ടാളുടെ മുന്നിൽ ആര് നിൽക്കുന്നുണ്ട്? അവന്റെ ആരാണ്? ബേല നിൽക്കുന്നുണ്ട്. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവിടെ രണ്ടാളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിനാണ് നിൽക്കുന്നത് നമുക്കറിയാം. എന്താണ്? ചിലപ്പോ ബാൻഡേജ് കെട്ടാൻ വേണ്ടി വന്നതായിരിക്കാം. സർമേം പട്ടി ബന്ധവാനി ആയി. ശരിയാണ്, അവള് എന്തിനു വന്നതാണ്? തലയിൽ കെട്ടാൻ വേണ്ടിട്ട് വന്നതാണ്. സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. അപ്പൊ അവര് എല്ലാം ഒരേപോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു, ഒന്നിച്ചാണ് സ്കൂളിൽ പോകണം, ഒന്നിച്ചാണ് വരുന്നത്, ഒരേ ലെസനാണ് പഠിക്കുക, ഒരേ ലെസണിൽ ഒരു കോപ്പി എഴുതണമെങ്കിൽ ഒന്നിച്ചാണ്, ഇല്ലേ? നോട്ട് എഴുതുന്ന ഒന്നിച്ചാണ്. പിന്നെ അതുപോലെ എന്താ പറഞ്ഞത്? ഒരേ കവിതയാണ് പഠിക്കണമെങ്കിൽ അതന്നെ രണ്ടുപേരും ഒന്നിച്ച് പഠിക്കും. ഇതെല്ലാം ഒരുപോലെ ചെയ്യുന്നവർക്ക് ഇപ്പം മുറിവും ഒരുപോലെ കിട്ടിയിരിക്കുന്നു. ഒരാൾക്ക് തലയ്ക്കാണ്, മറ്റൊരാൾക്ക് കാലിനടുത്ത് വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലെ? സഫേദ് പട്ടി വാലെ യേ ദോനോ കहीं पर भी साथ ही दिखाई देते हैं.
അപ്പൊ ഇവർ എപ്പോഴും എവിടെ പോകുമ്പോഴും ഒന്നിച്ചാണ് പോവുക. നോക്കുമ്പോൾ ഒരാളുടെ തലയ്ക്കൊരു കെട്ടും ഒരാളുടെ കാലിനൊരു കെട്ടും, തലയ്ക്കൊരു കെട്ടും കാലിനൊരു കെട്ടുമുള്ള ഈ രണ്ട് കുട്ടികളെ ഇവിടെ പല സ്ഥലങ്ങളിലും പലർക്കും ഒന്നിച്ച് ഇങ്ങനെ കാണാമായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. നമ്മളെല്ലാ ദിവസത്തെയും പോലെ ഇന്നും നമുക്ക് ഒരു വർക്ക് ചെയ്യാം. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ ഒരു ചോദ്യം, इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसे दिखाई पड़ती है जैसे और समय से कुछ अधिक मुस्कुरा रही हो. इसका मतलब क्या है? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങൾ എഴുതി അയക്കേണ്ടത്. ओके बच्चों, तो നമ്മൾ ഇന്ന് പഠിച്ചത് दीपावली की छुट्टियों के बाद जब स्कूल आई बेला के सर पर चोट लगी थी, एक सफेद पट्टी बांधी थी और वे गांधी चौक में खेल रहे थे और दूसरे रविवार में साहिल के पिंडली पर चोट लग गई, वे अस्पताल में वे मिले थे. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് മനസ്സിലാക്കുക. ആദ്യം മുതലൊന്നും കൂടെ സ്റ്റോറി വായിക്കാം. അപ്പം എൻ്റെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരിക. നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.